Hi friends, welcome back to my channel. അപ്പോൾ ഇന്നൊരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇത് പതഞ്ഞ് വരുമ്പം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്തെടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു എഗ്ഗ് മിക്സിൽ നമ്മുടെ ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. ഈ ഒരു ടിന്ന് വരുന്നത് 9 ഇഞ്ചാണ്. ഇനി കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം 2.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സിലൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പ്രാലൈന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിൽ തന്നെ ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പം ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ക്രീം ചേർക്കുന്ന സമയത്ത് നമ്മൾ മെൽറ്റായിട്ടുള്ള പഞ്ചസാരയ്ക്ക് ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അത് ഈ ക്രീം ചൂടാവുന്ന സമയത്ത് മെൽറ്റായിക്കോളും. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കേക്കും ബേക്കായിട്ടുണ്ട്. ഓവനിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ബേക്കായത്. ഇനി നമുക്ക് 3 ലെയറായിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. അപ്പോൾ ഒരു കേക്ക് ബോളിൽ കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യാം. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഒരു ക്രീമിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രാലൈന് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർസ്കോച്ച് സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക.
ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് മൊത്തം ഡിസൈൻ ചെയ്തെടുക്കാം. കേക്കിൻ്റെ 2 സൈഡിലായിട്ട് യെല്ലോ കളറിലും 2 സൈഡിൽ ഓറഞ്ച് കളറിലും ഈ ഒരു സെയിം ഡിസൈന് തന്നെ കൊടുക്കാം. ഇപ്പോൾ 2 സൈഡിൽ യെല്ലോ കളറിൽ ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെയിം ഡിസൈന് തന്നെ ഓറഞ്ച് കളറിൽ ബാക്കിയുള്ള 2 സൈഡിൽ കൊടുക്കാം. ഇപ്പോൾ കേക്കിന് ചുറ്റുമുള്ള ഡിസൈൻ കഴിഞ്ഞ് ഇനി കേക്കിൻ്റെ മുകളിൽ ഈ ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ റോസറ്റ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ 2 ക്രീമും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 4 സൈഡിലും ബോർഡർ പോലെ കൊടുക്കുക. ഇനി ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു ഫ്ലവർ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇനി അവസാനം കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടർസ്കോച്ച് സോസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു സോസിൽ ഞാനൊരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞു. ഞാൻ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെയിം എഴുതിയിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.